ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഗൈഡൻസ് നിങ്ങളിലേക്ക് എടുക്കുക. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളോട് തന്നെ നീതി പുലർത്തുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ആ ഒരു ജസ്റ്റിസ് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് നൽകുന്നു. ആ രീതിയിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ ലഭിക്കുന്നത്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും എന്നുള്ള തരത്തിലുള്ള ഒരു ചിന്ത ഇന്ന് നിങ്ങളുടെ മനസ്സിലില്ല. അങ്ങനെ ഒരു ചിന്തയിൽ അങ്ങനെ മറ്റുള്ളവരെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല. നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് നീതി നേടിക്കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ന്യായമായ കാര്യങ്ങൾ നേടിക്കൊടുക്കാനൊക്കെയാണ് നിങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഉറച്ച തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, ഇങ്ങനെയൊന്നും തന്നെ നിങ്ങൾ ചിന്തിക്കാത്തത്. അയൽക്കാർ എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവർ എന്ത് ചിന്തിക്കും, ബന്ധുക്കൾ എന്ത് ചിന്തിക്കും, ആ രീതിയിലൊന്നും തന്നെ നിങ്ങൾ ചിന്തിക്കുന്നില്ല. ഈ വക കാര്യങ്ങളൊന്നും തന്നെ നിങ്ങളെ ഇന്ന് അലട്ടുന്നുമില്ല. നിങ്ങളുടെ തീരുമാനങ്ങളിൽ, വിചാരങ്ങളിലൊക്കെയും ഉറച്ചു നിൽക്കുകയാണ്. ആ തീരുമാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ കൂടുതൽ മുന്നോട്ട് പോവുകയാണ്. അതായത് നിങ്ങൾ അത്രത്തോളം ഇമോഷണലി നിങ്ങൾ സ്ട്രോങ് ആയിട്ടുണ്ട്. ആ രീതിയിലുള്ള മാറ്റങ്ങൾ, ഇമോഷണലി മാറ്റങ്ങൾ നിങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരിക്കൽ നിങ്ങൾക്ക് ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയാതിരുന്ന പല കാര്യങ്ങളും നിങ്ങളിപ്പോൾ അതുപോലെ അക്സെപ്റ്റ് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് മാറ്റം വരുത്താൻ സാധിക്കാതിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ അതേ രീതിയിൽ അക്സെപ്റ്റ് ചെയ്തു. കാരണം ഇവയിലൊന്നും തന്നെ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ആലോചിച്ച് നിങ്ങളുടെ മനസ്സ് മോശമാകാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും മോശമാക്കാം എന്നല്ലാതെ മറ്റൊന്നും തന്നെ ഇതിൽ സംഭവിക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നിങ്ങൾ അവയെല്ലാം തന്നെ അക്സെപ്റ്റ് ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇമോഷണലി ഡൗൺ ആയെന്ന് പറഞ്ഞ് ഒന്നും തന്നെ ഈ കാര്യങ്ങളിലൊന്നും തന്നെ യാതൊരു മാറ്റവും സംഭവിക്കാനും പോകുന്നില്ല. കാരണം അവസാനം വേദനിക്കാൻ പോകുന്നതാരാ? അത് നിങ്ങൾ തന്നെയായിരിക്കും. അല്ലെങ്കിൽ ഒറ്റപ്പെടാൻ പോകുന്നതാരാ? അതും നിങ്ങൾ തന്നെയായിരിക്കും. നിങ്ങൾക്ക് വേദനിച്ചാലും നിങ്ങളെ കാണാനോ അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാനോ ആരും ഉണ്ടാവില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്തിന് ഞാൻ എന്നെ തന്നെ ബുദ്ധിമുട്ടിക്കണം, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ട് എന്നെ ഫിസിക്കലിയും മെൻ്റലിയും ഒക്കെ ഞാൻ വേദനിപ്പിക്കണം? എന്തിന് ഞാൻ ഒറ്റപ്പെട്ടിരിക്കണം, അല്ലെങ്കിൽ ഞാൻ എന്തിന് ആങ്സൈറ്റിയിൽ ജീവിക്കണം? ആ രീതിയിലുള്ള ഒരു തിരിച്ചറിവ്, അല്ലെങ്കിൽ ഒരു മാറ്റം, ഒരു ചിന്ത ഒക്കെ നിങ്ങളിൽ ഉണ്ടായ ശേഷമാണ് നിങ്ങളുടെ പല കാര്യങ്ങളിലും ചെറിയ രീതിയിലൊരു ബാലൻസ് ഉണ്ടാകാനായിട്ട് തുടങ്ങിയത്. ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ ഒരു കരുത്തുണ്ടായിട്ടുണ്ട്. നിങ്ങൾ സ്ട്രോങ്നെസ്സിൻ്റെ എനർജിയിലാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങളുടെ ഈ ഒരു എനർജി കണ്ട് നിങ്ങളുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന വ്യക്തികൾ പോലും കൺഫ്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ അവർ പാനിക് ആകുന്നുണ്ട്. അതായത് ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോ, അതൊന്നും തന്നെ എന്നെ ബാധിക്കുന്നില്ല, ബാധിക്കാനും പോകുന്നില്ല. വല്ലതും പറയാനുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞേക്ക്, അല്ലെങ്കിൽ ചോദിച്ചോ. അങ്ങനെ ചോദിച്ചാൽ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും എൻ്റെ പക്കലുണ്ട്. ഈ രീതിയിലുള്ള ഒരു സ്റ്റാൻഡിൽ ആണ് നിങ്ങൾ ഇന്നുള്ളത്. കാരണം നിങ്ങളിൽ ഈ വ്യക്തികൾ കാരണം ഒരു ആങ്സൈറ്റി ഇപ്പോഴുണ്ടാകുന്നില്ല. ഇനി അവർ ചോദിക്കാൻ വന്നാലും നിങ്ങൾ ഉത്തരം നൽകുന്നത് ഒരു ഭയത്തിൻ്റെ മോഡിലോ, അല്ലെങ്കിൽ ഒരു വഴക്കോ അടിയോ അങ്ങനെ ഒരു ഭാവത്തിലോ ഒന്നും തന്നെ ആയിരിക്കില്ല. അതുപോലെ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് നേരിടാൻ ഭയന്നിരുന്ന ഏത് കാര്യത്തെയും ഇന്ന് നിങ്ങൾ വളരെ ധൈര്യപൂർവ്വം നേരിടും എന്ന് കാണുന്നുണ്ട്. നിങ്ങളിൽ ഒരുപാട് തിരിച്ചറിവുകൾ വന്നതിന് ശേഷം നിങ്ങൾ ചിന്തിച്ചിരുന്നത് എന്തിന് വെറുതെ അടി ഉണ്ടാക്കണം, അടി ഉണ്ടാക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. കാരണം നിങ്ങൾ അടി ഉണ്ടാക്കാൻ പോയാൽ അവർ വീണ്ടും അതിനെ മാനിപ്പുലേറ്റ് ചെയ്യും, മറ്റുള്ളവരുടെ മുൻപിൽ വീണ്ടും നിങ്ങളെ മോശമാക്കും. അതിനേക്കാൾ ബെറ്റർ എന്ന് പറയുന്നത് ആ ഒരു കോണ്ടാക്റ്റ് തന്നെ അങ്ങ് കട്ട് ചെയ്യുന്നതായിരിക്കും എന്നുള്ളതായിരുന്നു നിങ്ങൾ ചിന്തിച്ചിരുന്നത്. പക്ഷേ പറയാറില്ലേ, ചില ആൾക്കാർക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല എന്ന് പറയുന്നത് പോലെ ഈ ഒരു വ്യക്തികൾ ജീവിക്കുന്നത് പോലും വിക്ടിം മോഡിലാണ്. അതായത് മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും മോശമാക്കിയിട്ട് അവർക്ക് നല്ലതാണെന്ന് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് അവർ മിണ്ടാതിരിക്കില്ല. അവർ വീണ്ടും അടിയുണ്ടാക്കാൻ വേണ്ടി ഓരോ കാരണം ഉണ്ടാക്കി നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ കൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുന്നത് അവരെന്ത് പറഞ്ഞാലും, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് എന്ത് കുറ്റം ചൂണ്ടിക്കാണിച്ചാലും അവരുടെ അതേ രീതിയിൽ തന്നെ നിങ്ങളും അവർക്ക് മറുപടി നൽകും. അതിൽ കൂടുതലായിട്ട് നിങ്ങളൊന്നും ചെയ്യില്ല.
നിങ്ങൾ ഒന്നും തന്നെ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ആഗ്രഹിക്കുന്നില്ല ഇനി അങ്ങോട്ട്. മറുപടി നൽകും അത്രമാത്രം. ഇത് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ആരുടെയൊക്കെയോ മനസ്സിൽ ഉള്ളത് പറയാനായിട്ട് അവർ ഭയക്കുന്നുണ്ട്. ചില വ്യക്തികളുണ്ട് ഈ രീതിയിലുള്ള, അതായത് ഇവർക്ക് നിങ്ങളുമായിട്ട് നല്ല ഒരു ബന്ധമുണ്ടായിരുന്നു ആദ്യം. അതിനുശേഷം അവർ നിങ്ങളെ വേദനിപ്പിക്കുകയോ ചീറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തു. നിങ്ങളുടെ ഇമോഷൻസിനെ വെച്ച് കളിച്ചു, അല്ലെങ്കിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തു. പൈസയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിങ്ങളുമായിട്ട് ഒരു തർക്കം ഉണ്ടായിട്ടുണ്ടെന്ന് കാണുന്നുണ്ട്. ഈ വ്യക്തിക്ക് പൈസയോടൊക്കെ വളരെയധികം അത്യാഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. ആ ഒരു അത്യാഗ്രഹം കൊണ്ട് തന്നെ ആവണം ഒരുപക്ഷെ അവർ നിങ്ങളുടെ കൂടെ നിന്നത്. അതുപോലെ നിങ്ങൾ അവർക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ വിട്ടുകൊടുത്തിരുന്നു, അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്തിരുന്നു. ഒരുപാട് ഇന്നല്ലെങ്കിൽ നാളെ ഇവർ ശരിയാകും എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയി. പക്ഷേ നിങ്ങൾ വിചാരിച്ച രീതിയിലൊന്നും തന്നെ ഈ ഒരു വ്യക്തി ശരിയായില്ല. അതായത് ഈ വ്യക്തി അവരിൽ ഒരു മാറ്റം വരുത്താനോ അല്ലെങ്കിൽ അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി അത് തിരുത്താനോ ഒന്നും തയ്യാറായില്ല. സെയിം പാറ്റേൺ ഒരുപക്ഷെ റിപ്പീറ്റായി കാണും. അതായത് നിങ്ങൾ ഒരുപാട് അവസരങ്ങൾ ഇവർക്ക് കൊടുത്തുകൊണ്ടേ ഇരുന്നിട്ടുണ്ടാകണം. എന്നാൽ ഇപ്പോഴ് ഇനി നിങ്ങൾ പഴയതുപോലെ ആയിരിക്കില്ല എന്നുള്ള ഒരു ബോധ്യം ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരിപ്പോഴും ഇവരുടെ മനസ്സിലുള്ളത് പറയാനായിട്ട് ഭയക്കുന്നുമുണ്ട്. അതുപോലെ മറ്റൊരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നത്, അതായത് ആരോ ഒരാൾക്ക് നിങ്ങളോട് ഏതോ ഒരു തരത്തിലുള്ള ഇഷ്ടമുണ്ട്, പക്ഷെ അവരും നിങ്ങളോട് ഇത് പറയുന്നില്ല. ആ ഒരു രീതിയിലുള്ള ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. ഹിഡൻ ആയിട്ടുള്ള ഒരു ക്രഷ്, അതായത് നിങ്ങളറിയാത്ത രീതിയിൽ നിങ്ങളോട് സ്നേഹമുള്ള ഏതോ ഒരു വ്യക്തി, അങ്ങനെയും ഒരു എനർജി ഇവിടെ ലഭിക്കുന്നുണ്ട്. അതായത് അവർക്ക് അവരുടെ മനസ്സിലുള്ള കാര്യം നിങ്ങളോട് പറയാൻ സാധിക്കുന്നില്ല. കാരണം നിങ്ങളുമായിട്ട് ഇപ്പോഴുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയമാകാം. അല്ലെങ്കിൽ ഇവരൊരു പക്ഷേ നിങ്ങളോട് പാസ്റ്റിൽ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങളോട് ചെയ്തിട്ടുണ്ടാകാം, അങ്ങനെ ഒരു വ്യക്തിയാകാം. പക്ഷേ ഇപ്പോൾ നിങ്ങളോട് അവരുടെ ഫീലിങ്സ് പറയുന്നതിനായിട്ട് അവർ ഭയക്കുന്നുണ്ട്. എങ്ങനെ നിങ്ങളോട് സംസാരിക്കും എന്നുള്ളതിൽ ഇവർ കൺഫ്യൂസ്ഡ് ആണ്. അവരുടെ ഉള്ളിൽ ഇമോഷൻസ് ഉണ്ട്. ഒരുപക്ഷെ ഈ ഒരു വ്യക്തി പാസ്റ്റിൽ നിങ്ങളുടെ ലൈഫിൽ നിന്നും യാതൊന്നും പറയാതെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ടാകാം, നോ കോണ്ടാക്റ്റിൽ പോയിട്ടുണ്ടാകാം. അത് നിങ്ങളിലൊരു വല്ലാത്തൊരു ദേഷ്യമോ വെറുപ്പോ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളെ കോൾ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനോ നിങ്ങളോട് അവരുടെ മനസ്സിലെ കാര്യം പറയാനോ ഒക്കെ ഒരു ഭയക്കുന്നത്, അല്ലെങ്കിൽ അവരും ഒരു കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും ആ ഒരു രീതിയിൽ. ഈ രീതിയിലുള്ള രണ്ട് എനർജിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന രീതിയിൽ നിങ്ങൾ എടുക്കുക. ഇതിലേതാണ് നിങ്ങൾക്ക് റെസനേറ്റ് ആവണമെങ്കിലും അല്ലെങ്കിൽ ഏത് എനർജിയാണ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതെങ്കിലും ഇതിൽ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് തയ്യാറായിട്ടുണ്ട് അല്ലെങ്കിൽ തയ്യാറാണ്, നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഉള്ളതാണ് ആ ഒരു കോമൺ ആയിട്ടുള്ള എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഇതിനകം നിങ്ങളിൽ പലരും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം, ഏതെങ്കിലും ഒരു പുതിയതായിട്ട് ഒരു കാര്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ടാകണം. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതായിട്ടൊരു ഫേസിലേക്ക് നിങ്ങൾ കടന്നിട്ടുണ്ടാകണം. പുതിയതായിട്ടുള്ള ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു കരിയറോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവണം. ഇനി ഒരിക്കലും നിങ്ങളെ തടഞ്ഞു നിർത്താനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ സ്റ്റക്കാക്കി നിർത്താനായിട്ടോ ആർക്കും സാധിക്കില്ല എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ കൂടി വെല്ലുവിളികൾ കൂടി കടന്നു പോകേണ്ടി വന്നു. ഒരുപാട് തവണ സ്ട്രഗിൾസിൽ കൂടി കടന്നു പോകേണ്ടതായിട്ട് വന്നു. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നിങ്ങളിപ്പോൾ മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ, നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന രീതിയിൽ ഒക്കെ നിങ്ങൾ തീരുമാനങ്ങളെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെക്കുറിച്ചോ നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ചോ മറ്റുള്ളവരോട് പറയുന്നുമില്ല. നിങ്ങൾ അവരെക്കുറിച്ച് അവരെന്ത് ചിന്തിക്കുമെന്ന് നിങ്ങളെ അലട്ടുന്നുമില്ല. നിങ്ങൾ അവരെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. നിങ്ങൾ മറ്റുള്ളവരോട് അപ്രൂവൽ ചോദിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ സമ്മതം വാങ്ങിക്കുന്നത്, അവർക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നത്, അത് നിങ്ങൾ നിർത്തി. അതുപോലെ തന്നെ നിങ്ങൾ ശരിയാണ്, നിങ്ങൾ ചെയ്തതാണ് ശരി, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കൂ, ഞാൻ ചെയ്തതാണ് ശരി, എന്നെ നിങ്ങൾ മനസ്സിലാക്കൂ, ഞാൻ നല്ലത് മാത്രമാണ് എൻ്റെ ഉദ്ദേശമായിരുന്നത്, ഇങ്ങനെയൊക്കെ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന ആ ഒരു രീതി ഇന്ന് നിങ്ങളിലില്ല. ഇന്ന് അങ്ങനെയൊന്നും നിങ്ങൾ ശ്രമിക്കുന്നില്ല. അതിനൊക്കെ പകരം നിങ്ങളിൽ ഫോക്കസ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ മറ്റുള്ളവരെ മനസ്സിലാക്കിപ്പിക്കാനും മറ്റുള്ളവരെ തിരുത്താനും ഒക്കെ നിങ്ങൾ ഉപയോഗിച്ചിരുന്ന നിങ്ങളുടെ സമയവും എനർജിയും എല്ലാം തന്നെ അന്ന് വേസ്റ്റായി പോവുകയാണ് ചെയ്തത്.
അതുകൊണ്ട് തന്നെ അതിൽ നിന്നും നിങ്ങൾക്കൊരു ഔട്ട്കം ലഭിച്ചിരുന്നില്ല. നിങ്ങൾ ആഗ്രഹിച്ചതും ലഭിച്ചില്ല, നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്നതും ലഭിച്ചില്ല. ഇന്ന് അത് നിങ്ങൾ മനസ്സിലാക്കി ആ ഒരു എനർജിയും ആ ഒരു സമയവും എല്ലാം തന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഇതിനകം വന്നിട്ടുണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങളിൽ ഉടനെ വരും. കാരണം നിങ്ങളുടെ ഒരുപാട് എനർജിയും സമയവും ഒക്കെ മറ്റുള്ളവരെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ശരിയാണ്, നിങ്ങൾ കറക്റ്റാണ് എന്ന് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ഉപയോഗിച്ചിരുന്നു. പക്ഷേ അവർ നിങ്ങളെ മനസ്സിലാക്കിയതുമില്ല. മറ്റുള്ളവരുടെ കൂടെ കൂടി നിങ്ങളെ കൂടുതൽ നിങ്ങളുടെ പേരിനെയും ഒക്കെ നശിപ്പിക്കുകയാണ് ചെയ്തത്. നിങ്ങളിലെ കുറവുകളെ കണ്ടുപിടിക്കുകയും നിങ്ങൾ തെറ്റാണെന്ന് സ്ഥാപിക്കാനും ഒക്കെയാണ് ശ്രമിച്ചത്. ഈവൻ നിങ്ങളിലുണ്ടായിരുന്ന ആ ഒരു സ്പിരിച്വാലിറ്റിയെ പോലും, അല്ലെങ്കിൽ നിങ്ങളിലുണ്ടായിരുന്ന ആ ഒരു ഭക്തിയെ പോലും, നിങ്ങളിലുള്ള ആ ഒരു വിശ്വാസത്തെ പോലും അവർ ഡ്രാമയായിട്ടാണ് കണ്ടത്. ഡ്രാമയാണെന്നാണ് പറഞ്ഞത്. അതിനെയൊക്കെയും അവർ കളിയാക്കിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. അതായത് ഇനി എനിക്ക് കൺഫ്യൂഷനിൽ നിൽക്കാൻ സാധിക്കില്ല. ഇനി എൻ്റെ ലൈഫ് നോക്കണം. എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് എൻ്റേതായിട്ടുള്ള രീതിയിൽ എൻ്റെ ലൈഫിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം നിങ്ങളിലുണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ചില വ്യക്തികൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ഒരു ഭക്തി, ഈ ഒരു സ്പിരിച്വാലിറ്റി, ഈ ഒരു ഡെഡിക്കേഷൻ, ഈ ഒരു മോട്ടിവേഷൻ, നിങ്ങളിലുള്ള ഈ ഒരു പൊസിഷൻ എന്തുമാകാം, അത് അവരിൽ ഭയമുണ്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ കുറവുകളെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓഫീസിലായാലും അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പ്ലേസിലായാലും അല്ലെങ്കിൽ എവിടെയായാലും ഇങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളുടെ ചുറ്റുമുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. എന്തു തന്നെയായാലും നമ്മുടെ ചുറ്റും ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളുള്ള വ്യക്തികളുണ്ടെങ്കിൽ നമുക്കൊരു ഇൻഡ്യൂഷൻ ലഭിക്കും. ആ ഒരു ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇൻഡ്യൂഷൻ നിങ്ങൾ തട്ടിക്കളയാതെ ആ ഒരു ഇൻഡ്യൂഷൻ അനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. അതായത് കൂടുതലായിട്ടൊന്നും പറയാതിരിക്കുക, അവരോട് ഓപ്പണായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. എല്ലാ കാര്യങ്ങളും പറയേണ്ട ആവശ്യമൊന്നുമില്ല. നടന്നതിന് ശേഷം അവരറിഞ്ഞാലും മതിയല്ലോ. നമ്മൾ മുൻപേ പറഞ്ഞാൽ അതിനെ നശിപ്പിക്കാനുള്ള കാര്യങ്ങൾ അവർ ചെയ്തേക്കാം. അതുകൊണ്ട് പറയാതിരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ബ്ലെസ്സിങ്സിനെ ഒക്കെയും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന വ്യക്തികൾ, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന വ്യക്തികളുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് നല്ലത് ആഗ്രഹിക്കാത്ത വ്യക്തികൾ നിങ്ങളുടെ ചുറ്റുമുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇവരുമായിട്ട് മാക്സിമം നിങ്ങൾ നോ കോണ്ടാക്റ്റിൽ പോകാനായിട്ട് ശ്രമിക്കുക. ഇവരുമായിട്ട് ഒന്നും ഷെയർ ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലോ ചെയ്താലോ അവർ ആ ഒരു കാര്യത്തിനെ വെച്ച് അവർക്ക് മറ്റുള്ളവരുടെ മുൻപിൽ നല്ലതാകാൻ വേണ്ടിയിട്ട്, നിങ്ങളെ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ടും, അവരുടെ മെയിൻ ഉദ്ദേശം അവർ നല്ലതാണെന്ന് കാണിക്കുക, നിങ്ങളെ മോശക്കാരാക്കുക. അവർക്ക് വിക്ടിമായിട്ട് എപ്പോഴും നിൽക്കണം. നിങ്ങളാണ് അവരെ ദ്രോഹിക്കുന്നതെന്ന് കാണിക്കണം. അതുവഴി അവർക്ക് പേരുണ്ടാക്കണം. ഇത് മാത്രമേ അവരുടെ ചിന്തയുള്ളൂ. അതിന് വേണ്ടിയിട്ട് അവരെന്തും ചെയ്തേക്കാം. പക്ഷേ നിങ്ങൾ അവർക്ക് റിയാക്ഷൻ കൊടുക്കാതിരുന്നാലോ, അവർ ഇല്ല, ഈ ലോകത്തെ അവരില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അവർക്ക് ബോറാവും. എന്നിട്ട് അവർ നിങ്ങളെ വിട്ടുപോകും. അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലുള്ള വ്യക്തികളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. നോ കോണ്ടാക്റ്റിൽ പോവുക. അല്ലെങ്കിൽ അങ്ങനെ പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾ സംസാരിക്കുക, ആവശ്യത്തിന് മാത്രം. എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയേണ്ടതായിട്ടില്ല. അത് ശ്രദ്ധിക്കുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തേണ്ട വ്യക്തിയാണ്. അത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുണ്ട്. അത് ഡിവൈൻ്റെ ഒരു നിയോഗമാണ്. നിങ്ങൾ ഈ ഒരു സ്ട്രഗിൾസിൽ കൂടെ പോയി ഒരുപാട് പാഠങ്ങൾ പഠിച്ച് നിങ്ങൾ പല വ്യക്തികളെ മനസ്സിലാക്കി നിങ്ങൾ മുന്നേറണമെന്നുള്ളത്, അത് നിങ്ങൾ ഉയരങ്ങളിൽ എത്തണമെന്നുള്ളത് ഡിവൈൻ്റെ പദ്ധതിയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുക തന്നെ ചെയ്യും. നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള വ്യക്തികളാണ്. നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഓറ ഒക്കെയും ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോഴതിൽ വന്നിട്ടുണ്ട്. ഒരു സമയത്ത് വളരെയധികം നെഗറ്റീവായിട്ടിരുന്ന, അല്ലെങ്കിൽ വളരെയധികം ഡള്ളായിട്ടിരുന്ന നിങ്ങളുടെ എനർജി ഇന്ന് വളരെയധികം പോസിറ്റീവായിട്ട് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോവുക. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.